ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി റെസിപ്പി നോക്കാം. ആവശ്യമായ ചേരുവകൾ: ഞാനിവിടെ 700 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. വലിയ 2 സവാള, ഇഞ്ചി ഒരു വലിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 8-10 അല്ലി, കറിവേപ്പില ഒരു വലിയ തണ്ട്. ഇനി മസാലകൾ നോക്കാം. മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ. ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇതിത്രയും കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് ആക്കി വെക്കുക. ഉണ്ടാക്കുന്ന വിധം നോക്കാം. ആദ്യം ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഒരു മീഡിയം ഫ്ലെയിമിൽ ചെറുതായി വാടി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് ഒരു 5 മിനിറ്റ് ഇളക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി വാടി വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മസാല ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർത്ത് മസാല അതിലേക്ക് പിടിക്കുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. എനിക്കിവിടെ ഒരു തിക്ക് ഗ്രേവി മതി, അതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ അതിനാവശ്യമായ വെള്ളം ചേർക്കാവുന്നതാണ്. ഇനി ഹൈ ഫ്ലെയിമിൽ കറിയൊന്ന് തിളപ്പിക്കാം. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 20-30 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പം ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറി നമുക്ക് അപ്പം, ചപ്പാത്തി, ചോറ്, പൊറോട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.